പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. വെള്ളിമലയുടെ കാവലാളായി വാവച്ചൻ കൂടോത്രം തിയേറ്ററുകളിൽ തരംഗമാകുന്നു. കൂടോത്രം എന്ന ഹൊറർ കോമഡി സസ്പെൻസ് ത്രില്ലർ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ തരംഗമാകുകയാണ്. മലയാളികൾക്ക് സുപരിചിതനായ നടൻ ബൈജു എഴുപുന്ന സംവിധായകനാകുന്ന ചിത്രം എന്ന പ്രത്യേകതയോടെ എത്തിയ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് ഇടുക്കി തിരക്കഥയൊരുക്കിയ ഈ ചിത്രം ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ഹൊറർ, മിസ്റ്ററി, ഫാമിലി ഡ്രാമ എന്നീ 3 തലങ്ങളെയും അതിമനോഹരമായി കോർത്തിണക്കിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വെള്ളിമലയുടെ നായകനും സംരക്ഷകനുമായ വാവച്ചൻ എന്ന കഥാപാത്രമായി ബൈജു എഴുപുന്ന സ്ക്രീനിൽ പകർന്നാടുകയാണ്. പണ്ട് ഈ മലയെ കുറച്ച് ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. പെരുമലയന്മാർ. അവർക്കൊരു മൂപ്പനുണ്ടായിരുന്നു, വീരമലയൻ. 12 വർഷത്തിലൊരു ദിവസം അമാവാസി നാളിൽ അവർ ഈ മലയിറങ്ങും. പലരും അവിടെ ആത്മാക്കളെ കണ്ടിട്ടുമുണ്ട്. ഞാൻ ഏതിലും പോലെ അതിന് ഒപ്പിച്ചെന്ന് കാണും. അല്ലാത്തൊരു മോഹം അതിന്റെ പേടിപ്പിക്കുന്ന രൂപവും. ഞാൻ എന്തായാലും ഈ ഭൂതപ്രേത പശാശികളെയൊന്നും കാണുന്നില്ലല്ലോ. സ്കൂളിന് മാത്രമല്ല, ഈ നാടിനും അഭിമാനം ഒരുക്കും വാവച്ചന്റെ 2 മക്കളും. ഈ പെൺമക്കളെ കെട്ടിച്ചോടുന്ന ഒരു ഭാരമായിട്ട് കാണുന്ന ഒരു തന്തയല്ല ഞാൻ. അതെ, ഇന്ന് രാത്രി ഞാൻ നിന്റെ വീടിന്റെ താഴെ വരുന്നു, വന്നാലോ ഒന്ന് കാണാൻ? இந்த ஸ்தலத்துல ஏதோ ஒரு பிரச்சனை இருக்குது சார். 3 മക്കളുടെ പിതാവും മേരിയുടെ ഭർത്താവായും അദ്ദേഹം അവതരിപ്പിച്ച വൈകാരിക നിമിഷങ്ങൾ ഓരോ പ്രേക്ഷകന്റെയും ഉള്ളിൽ ലയിക്കുന്നതാണ്. ഒരു ആക്ഷൻ ഹീറോ എന്നതിലുപരി വൈകാരികമായ രംഗങ്ങളിലും അവിസ്മരണീയമായ രീതിയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബൈജു എഴുപുന്നയുടെ സംവിധാന മികവ് സിനിമയിലെ ഓരോ ഫ്രെയിമിലും ദൃശ്യമാണ്. മലയാള സിനിമയിലെ പ്രഗത്ഭരായ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഡിനോയ് പൗലോസ്, റേച്ചൽ ഡേവിഡ്, ശ്രീനാഥ് മകന്തി, അലൻ സിയർ, സായ് കുമാർ, സലീം കുമാർ, ജോയ് മാത്യു, ശ്രീജിത്ത് രവി, സുധി കോപ്പ, സുനിൽ സുഗത, കോട്ടയം രമേശ്, സജിത ശ്രീജിത്ത്, മനോഹരി ജോയി, വീണ നായർ, ചിത്ര നായർ, ഷൈനി സാറ, ദിയ, ബിനു തൃക്കാക്കര, പ്രമോദ് വെളിയനാട്, ജോജി ജോൺ, സണ്ണി പി എൻ, വേദ് ലക്ഷ്മി, ഫുക്രു, ജോബിൻ ദാസ്, ടോം സ്കോട്ട്, സാജു കൊടിയൻ, അംജിത് മൂസ എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇരട്ട പെൺകുട്ടികളുടെ പ്രകടനവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സാങ്കേതിക വശങ്ങളിലും ചിത്രം ഏറെ മികച്ചു നിൽക്കുന്നു. ഇടുക്കിയുടെ മനോഹരമായ ഗ്രാമീണ ഭംഗിയും കോടമഞ്ഞും പ്രകൃതിയുടെ നിഗൂഢതയും ജസ്ബിൻ സെബാസ്റ്റ്യൻ, ഷിജി ജയദേവൻ എന്നിവരുടെ ഛായാഗ്രഹണത്തിലൂടെ മനോഹരമായി പകർത്തിയിട്ടുണ്ട്. ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതവും ഗ്രേസൻ എസിയുടെ എഡിറ്റിംഗും സിനിമയുടെ ആവേശം നിലനിർത്തുന്നു. ഫിനിക്സ് പ്രഭു ഒരുക്കുന്ന ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന് കൂടുതൽ കരുത്ത് പകരുന്നു. സാൻജോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ റെജിയാണ്. ഇടുക്കിയുടെ മലനിരകളിൽ ഒളിപ്പിച്ച നിഗൂഢ രഹസ്യം ബിഗ് സ്ക്രീനിൽ അതിഗംഭീരമായ ദൃശ്യാനുഭവമായി മാറിയിരിക്കുകയാണ്. ആ മല നമ്മളെ നശിപ്പിക്കും. ദൈവത്തെയാണ് പേടിക്കേണ്ടത്, പിശാചിനെ അല്ല. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന എന്തോന്നാ ആ വണ്ടിലുണ്ട്. ഈ നാട്ടിൽ നിങ്ങൾ അറിഞ്ഞൊന്നും അല്ല ജോർജ് ചേട്ടാ സത്യം. എല്ലാം വാരിക്കൊട്ടിക്കൊണ്ട് നീ മലയിറങ്ങി ഓടും, നോക്കിക്കോ. നിന്റെയൊക്കെ ചോര വീണത് ആ മല തീർന്നില്ലടി. അരുണോദയപുത്രനായ ശുക്രൻ, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും.
ന്യൂസ് ബ്യൂറോ, കൊച്ചി.